നമസ്കാരം. ഈ ആഘോഷങ്ങളുടെയും തിരക്കുകളുടെയും ഒക്കെ ഇടയിൽ നമ്മൾ ശരിക്കും എന്താണ് അന്വേഷിക്കുന്നത്? ഇന്ന് നമുക്ക് ദയയുടെ രണ്ട് കൊച്ചു കഥകളിലൂടെ ഒന്ന് പോയി നോക്കാം. ഈ ആഘോഷകാലത്തിന്റെ യഥാർത്ഥ ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ചൈതന്യം എന്താണെന്ന് കണ്ടെത്താൻ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഉത്സവത്തിന്റെ എല്ലാ സന്തോഷങ്ങൾക്കിടയിലും എന്തോ ഒന്ന് കുറവുള്ളതുപോലെ? ഈ സമ്മാനങ്ങൾക്കും അലങ്കാരങ്ങൾക്കുമൊക്കെ അപ്പുറം ഒരു പ്രത്യേകതരം ഊഷ്മളത, അതാണ് നമ്മളിന്ന് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കടക്കാം, അല്ലേ? ഇതൊരു മഞ്ഞുമൂടിയ ഒരു കൊച്ചു പട്ടണമാണ്, എവർഗ്രീൻ. അവിടെ ഏലിയാസ് എന്ന പേരുള്ള ഒരു അപ്പൂപ്പൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേക പതിവുണ്ടായിരുന്നു എല്ലാ ക്രിസ്മസിനും. അങ്ങനെ എല്ലാ ക്രിസ്മസിനും ആ വെളിച്ചം കാണുന്ന അമര എന്നൊരു കൊച്ചുകുട്ടി. അവൾക്ക് ഭയങ്കര ആകാംക്ഷയായി, എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം? അങ്ങനെ ഒരു ദിവസം അവൾ തീരുമാനിച്ചു ആ വാതിലിൽ പോയി മുട്ടാൻ. ശരിക്കും എന്തായിരിക്കും ആ ഒരൊറ്റ മെഴുകുതിരിയുടെ കഥ? അങ്ങനെ അമരകത്ത് ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ? ഒരു സാധാരണ മരപ്പട്ടി. പക്ഷേ അത് തുറന്നപ്പോ അവൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അതിനകത്ത് നൂറുകണക്കിന് കുറിപ്പുകളായിരുന്നു കൈകൊണ്ടെഴുതിയത്. അപ്പോഴാണ് ഏലിയാസ് ആ രഹസ്യം പറയുന്നത്. അതിലെ ഓരോ കുറിപ്പും ഈ ലോകത്തിനു വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനകളായിരുന്നു. അപ്പോ ആ മെഴുകുതിരി എന്ന് പറയുന്നത് വെറുമൊരു വെളിച്ചം മാത്രമായിരുന്നില്ല, അല്ലേ? അത് ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒരു പ്രത്യാശയുടെ പ്രതീകമായിരുന്നു. ഇതേ ആശയം തന്നെ, പക്ഷേ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ അടുത്ത കഥ. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ കഥയിലേക്ക് പോകാം. ഈ കഥ തുടങ്ങുന്നത് ഒരു മെഴുകുതിരി വെളിച്ചത്തിലല്ല, മറിച്ച് നല്ല മഞ്ഞുള്ള ഒരു ക്രിസ്മസ് രാവിലെ ഒരു പ്രത്യേകതരം വെളിച്ചത്തിലാണ്. അതെ, ശ്രീമതി പട്ടേലിന്റെ കട. അവരത് തുറന്നത് ലാഭമുണ്ടാക്കാനൊന്നും ആയിരുന്നില്ല. ആർക്കെങ്കിലും എന്തേലൊരു ആവശ്യം വന്നാലോ, അല്ലെങ്കിൽ ആ ക്രിസ്മസ് ദിവസം ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന ആർക്കെങ്കിലും കേറി വരാനൊരിടം, അതിനുവേണ്ടിയായിരുന്നു. അപ്പോൾ ആലോചിച്ചു നോക്കൂ, അന്ന് ആ കടയിലേക്ക് വന്നത് ആരൊക്കെയാണെന്ന്. കളിപ്പാട്ടത്തിന് ബാറ്ററി വാങ്ങാൻ മറന്നുപോയ ഒരച്ഛൻ, ഡിന്നർ കരിച്ചു കളഞ്ഞ ഒരു പുതിയ കപ്പിൾസ്, പിന്നെ വെറുതെ ഒന്ന് ഹെലോ പറയാൻ വന്ന ഒരപ്പൂപ്പൻ. ഇതൊക്കെ ഇത്ര ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാമല്ലേ? പക്ഷേ അതാണ് ദയയിലെ ഒരു പ്രാക്ടിക്കൽ സൈഡ്. അപ്പോൾ ഈ ഒരു നല്ല കാര്യം അവിടെ മാത്രം ഒതുങ്ങിയില്ല. അടുത്തുള്ള ബേക്കറിക്കാരനും ഇത് കണ്ടപ്പോൾ കട തുറന്നു. എന്നിട്ട് ജനലിൽ ഇതേപോലൊരു ബോർഡ് വെച്ചു, നിങ്ങൾക്ക് വേണ്ടതെടുക്കാം, പൈസയുണ്ടെങ്കിൽ തന്നാൽ മതിയെന്ന്. കണ്ടില്ലേ, ഒരു ചെറിയ കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരിലേക്കും പടരുന്നത് എന്ന്. അപ്പോ ഇവിടെയാണ് ഈ രണ്ട് കഥകളും ഒന്നിക്കുന്നത്. ഒന്ന് നോക്കിയാൽ രണ്ടും രണ്ടല്ലേന്ന് തോന്നും. പക്ഷെ ശരിക്കും ഏലിയാസിന്റെ ആ സ്വകാര്യമായ പ്രാർത്ഥനയും ശ്രീമതി പട്ടേലിന്റെ ആ തുറന്ന വാതിലും ഒരേ കാര്യത്തിന്റെ രണ്ട് വശങ്ങളാണ്. നോക്കൂ, ഏലിയാസിന്റെ ആ പ്രത്യാശയും ശ്രീമതി പട്ടേലിന്റെ ആ സേവനവും രണ്ടും ഒരേ സ്പിരിറ്റാണ്, പങ്കുവെക്കലിന്റെ സ്പിരിറ്റ്. ഒന്ന് ലോകത്തിനു വേണ്ടി ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, മറ്റൊന്ന് പുറത്ത് ലോകത്തിനു വേണ്ടി ഒരു വാതിൽ തുറന്നിടുന്നു, ഒരു സഹായഹസ്തം നീട്ടുന്നു. ഇങ്ങനെയാണ് കാര്യങ്ങൾ. വലുതും ചെറുതുമായ ഓരോ കാര്യങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. ഏലിയാസിന്റെ ആ ഒരു ആഗ്രഹം, അത് കണ്ടറിഞ്ഞ അമരയുടെ പ്രവൃത്തി, പെട്ടെന്ന് ബാറ്ററിക്ക് ആവശ്യം വന്ന ആ അച്ഛൻ, അയാൾക്ക് വേണ്ടി തുറന്നുവെച്ച ശ്രീമതി പട്ടേലിന്റെ കട, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ദയയുടെ ശൃംഖല തന്നെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് ആളുകൾ വീട്ടിലേക്ക് കൊണ്ടുപോയത് അവർക്ക് വേണ്ട സാധനങ്ങൾ മാത്രമല്ല, ഞങ്ങളെ ശ്രദ്ധിക്കാൻ ആളുണ്ട് എന്നൊരു ഫീലിംഗ് കൂടിയാണ്. ശരിക്കും ആ ഒരു കരുതലിന്റെ അനുഭവം, അതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെയില്ല, അല്ലേ? ഇവെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ രണ്ട് കഥകളുടെയും ഹൃദയത്തിലേക്കാണ്, അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ സത്യത്തിലേക്ക്. ഏലിയാസ് അവസാനം അമരയുടെ കയ്യില് ഒരു കുറിപ്പ് കൊടുക്കുന്നുണ്ട്, പട്ടണത്തിലെ ഏറ്റവും വലിയ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് വായിക്കാൻ വേണ്ടി. അവരുടെ എല്ലാ പ്രവൃത്തികളുടെയും ഒരു സത്ത ആ വാക്കുകളിലുണ്ട്. ഈ പറയുന്ന ഓരോ ആഗ്രഹങ്ങളും അത് വെറും വാക്കുകളല്ല, ദയ എന്ന വലിയൊരു ആശയത്തെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമുക്ക് മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ അവസാനം ഈ കഥകൾ നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ്. ആഘോഷങ്ങളുടെ ഒക്കെ യഥാർത്ഥ ചൈതന്യം അത് പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കൊച്ചു കാര്യങ്ങളിലുമാണ്. ഈ കഥകള് നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അല്ലേ? ഈ ഒരു സന്ദേശം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക? ദയയുടെ ഏത് ചെറിയ വാതിലാണ് നമുക്കിന്ന് മറ്റൊരാൾക്ക് വേണ്ടി തുറന്നിടാൻ കഴിയുക?